the NACE researcher has collected the data needed for the study, the next step is to interpret the data, organize the data, related the data into the hypothesis, and analyze the data. So, NACE researcher data collect ചെയ്തതിനു ശേഷം next step എന്താണെന്നാണ് ചോദിച്ചത് കേട്ടോ. 10 സെക്കൻഡ് നിങ്ങൾക്ക് തരാം ആൻസർ. Okay. Sound വന്നല്ലേ? Okay. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്ക് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം അല്ലെ? ഡേറ്റ അപ്പൊ അനാലിസിസ് നമ്മുടെ നേഴ്സിംഗ് പ്രോസസ് ആണെങ്കിൽ പോലും സെയിം തന്നെയാണ് അല്ലെ? നമ്മൾ സബ്ജക്റ്റീവ് ഡേറ്റ ആണെങ്കിലും ഒബ്ജക്റ്റീവ് ഡേറ്റ ആണെങ്കിലും അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യാം. സെയിം വേ തന്നെയാണ് റിസർച്ച് കേട്ടോ. ഓർഗനൈസ് ദ ഡേറ്റ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് നോട്ട്സിൽ തന്നെ പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ മൊത്തം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 40 മിനിറ്റ് 40 സെക്കൻഡ് സംതിങ് കിട്ടത്തുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 30 സെക്കൻഡോളം നഷ്ടപ്പെടും. പിന്നെ അവസാനം വീണ്ടും ഒരു 10 സെക്കൻഡ് തരുന്നതാണ് കേട്ടോ. അപ്പൊ അതിനുള്ളിൽ ചെയ്ത് അങ്ങനെ പഠിക്കണം. സ്പീഡാക്കി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് PSC എക്സാംസിനൊക്കെ ഇങ്ങനെ ടൈം സീക്വൻസ് വെച്ച് സെറ്റ് ചെയ്ത് പഠിച്ചു വേണം കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The measuring scale having an absolute zero is known as the measuring scale having an absolute zero. Absolute zero ഉള്ള measuring scale ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Interval scale, ordinal scale, ratio scale, nominal scale. അപ്പൊ absolute 0 point വരുന്ന ഏതാണ്? 10 സെക്കൻഡ് തരാം. ആൻസർ പറഞ്ഞോളൂ. ഓക്കെ എല്ലാരും പറഞ്ഞത് ശരി തന്നെയാണ്. ആദ്യത്തെ എല്ലാരും പറഞ്ഞത് ശരി തന്നെയാണ്. അക്ഷരീസ്റ്റ് എല്ലാരും പറഞ്ഞത് ശരി തന്നെയാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി ratio scale is the correct answer. Oh, very good. Next ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Skewness പഠിപ്പിച്ചല്ല. Skewness is the measure of ഗ്രാഫ് ആണ് കേട്ടോ. Skewness എന്നൊക്കെ പറയുന്ന ഗ്രാഫ് ആണ്. അപ്പൊ ഇതേതാണ്? സിമെട്രി ഓഫ് ദ പ്രോബബിലിറ്റി ആണോ, അസിമെട്രി ഓഫ് ദ പ്രോബബിലിറ്റി ആണോ, സെൻട്രൽ ടെൻഡൻസി ആണോ, നോൺ സെൻട്രൽ ടെൻഡൻസി ആണോ? അറിയാം ആർക്കെങ്കിലും? ആലോചിച്ച് നോക്കൂ. 10 സെക്കൻഡ് തരാം. യെസ്. അപ്പം രാജേഷ് പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ ഈസ് സിമെട്രി ഓഫ് ദ പ്രോബബിലിറ്റി കേട്ടോ. അപ്പൊ പ്രോബബിലിറ്റിയുടെ സിമെട്രി ഓഫ് ദ പ്രോബബിലിറ്റിയുടെ സിമെട്രി കാണിക്കുന്നതാണ് സ്ക്യൂവിനെസ്. അതുപോലെ തന്നെ വേറെ ഒരു ഗ്രാഫ് കൂടെ ഇതിന്റെ കൂടെ വരും, കുർത്തോസിസ് കേട്ടോ. കുർത്തോസിസ് എന്ന് പറഞ്ഞ ഒരെണ്ണം വരും. അപ്പൊ അത് അതിന്റെ തിക്നെസ്സും അല്ലെ, അതിന്റെ തിക്നെസ്, ഗ്രാഫിന്റെ തിക്നെസ്സും തിന്നെസ്സും കാണിക്കുന്നതാണ് കുർത്തോസിസ്. അപ്പൊ അതിലൊരു റെഫറൻസ് ലൈൻ വരുന്നുണ്ട്. അപ്പൊ അത് നോട്ട്സിലുണ്ട്. അത് തിക്ക് ലൈൻ വരുന്നത്, തിൻ ലൈൻ വരുന്നത് കേട്ടോ. കുർത്തോസിസും ഇത് രണ്ടും വരുന്നത് മെഷർ ദ സിമെട്രി ഓഫ് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി അപ്പൊ അങ്ങനെ അങ്ങ് പഠിക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും അത് വേണ്ട. അടുത്ത നെക്സ്റ്റ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ അവസാനം ഒരു കുർത്തോസിസ് ഗ്രാഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട് കേട്ടോ. നോട്ട്സിൽ കിടപ്പുണ്ട് ലാസ്റ്റ് വരുന്നത്. അതിന്റെ കൂടെ ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. സ്ക്യൂനെസ് ഈസ് ദ മെഷർമെന്റ് ഓഫ് സിമെട്രി ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. simplest form of presenting the research data. The simplest form of representing the research data. Average, mean, frequency distribution,
മോഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? 10 സെക്കൻഡ് തരാം, നോക്കിക്കോളൂ. ആൻസർ പോരട്ടെ. Okay, very good. Answer is okay. Frequency distribution is the correct answer. Okay, very good. Frequency distribution is the correct answer. Okay. ഇതുപോലെയുള്ള കൊച്ചു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി കേട്ടോ. റിസർച്ച് അല്ല വലിയ ടൈപ്പിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കണ്ട. ഇതുപോലെയുള്ള കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ അറിഞ്ഞു കേട്ടോ. ഞാൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. The collection and presentation of data used to explain the characteristics of a variable is known as descriptive statistics, inferential statistics, demographic statistics, socio-economic statistics. ഏതാണ്? ശ്രദ്ധിച്ചു നോക്കൂ. 10 സെക്കൻഡ് ടൈം തരാം. ആർക്കെല്ലാം അറിയോ? Okay. Okay, very good. കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കീവേഡ് എന്താണ്? ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലേ? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ആ എക്സ്പ്ലെയിൻ എന്ന വേർഡിൽ നിന്ന് നമുക്ക് ഏതിലോട്ട് വരാം? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ. കേട്ടോ. ഡിഫറൻഷ്യൽ ഒക്കെ വരുവാണെങ്കിൽ ഇൻഫറൻഷ്യൽ, ഡെമോഗ്രാഫിക് എന്ന് ഏജ്, സെക്സ്, സോഷ്യൽ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം അത് രണ്ടും അതിൽ വരും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ എന്നുള്ള ഒരു വേർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരത്തിൽ. ഓക്കെ, വെരി ഗുഡ്, മനസ്സിലായിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. Which of the following tests is done to find out the difference between the demographic variables of the group? Which of the following tests is done to find out the difference between the demographic variables of the groups? Z-test, T-test, Z-test, ANOVA, chi-square test. Answer. Find out the difference between the demographical variables. Difference between the demographic variables of the group. About answer is option D. Option D. Our answer is chi-square test. T-test already compare the two qualitative measurements. Compare the quality of two measurements. Paired test. T-test. Z-test compare the difference between population mean to sample mean. Z-test. ANOVA statistical ANOVA group different groups variable analysis ANOVA. The correct answer is chi-square test. Association between two ordinal or nominal variables. But difference keyword difference between the demographic variables in test answer is chi-square test. Question just next question.
A method in which several rounds of questions are given to a panel of experts. A method പഠിപ്പിച്ചല്ല നോക്കിക്കോണം. A method in which several rounds of questions are given to a panel of experts is called Q methodology, meta-analysis, Delphi technique, content analysis. ഏത് വരും? 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. പറഞ്ഞോളൂ ആൻസർ. വിചിത്രസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, രാജിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, അശ്വതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കേട്ടോ, ഡെൽഫി ടെക്നിക് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. കേട്ടോ, ഡെൽഫി ടെക്നിക് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ക്യൂ സോർട്ട് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കണം. ക്യൂ മെത്തഡോളജി അല്ലെങ്കിൽ നമ്മൾ ക്യൂ സോർട്ട് എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ ക്യൂ സോർട്ട് എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പന്റ് സ്റ്റഡി ആണ് നമ്മൾ എന്താ പറയുന്ന ക്യൂ സോർട്ട്സ് എന്ന് പറയുന്നത്. മെറ്റാ അനാലിസിസ് എന്ന് പറയുമ്പോൾ എപ്പിഡമോളജിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ആണ് എന്തിൽ വരുന്ന മെറ്റാ അനാലിസിസിൽ വരുന്ന. ക്യൂ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പന്റ് സ്റ്റഡി. കേട്ടോ, പാർട്ടിസിപ്പന്റ് സ്റ്റഡി ആണ് ക്യൂ മെത്തഡോളജി. അപ്പൊ എല്ലാം ജസ്റ്റ് അതിന്റെ സൈഡിലോട്ട് എഴുതി വെച്ചോണം. കേട്ടോ, ഇത് പഠിപ്പിച്ചില്ല. അപ്പൊ നമ്മൾ ആ ഒബ്സർവേഷന്റെ ആ ഭാഗത്ത് എഴുതി വെക്കണം. ടെക്നിക്. കേട്ടോ, ടെക്നിക്കിൽ ആ ഒബ്സർവേഷന്റെ ഭാഗത്ത് എഴുതിക്കണം. ക്യൂ മെത്തഡോളജി പാർട്ടിസിപ്പന്റ് സ്റ്റഡി. മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്. കേട്ടോ, ക്വാണ്ടിറ്റേറ്റീവ് ഫോർമൽ എപ്പിഡമോളജി സ്റ്റഡീസ്. ഇനി കണ്ടന്റ് അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡിയാണ്. കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുള്ള റിസർച്ചിൽ വരുന്നതാണ് കണ്ടന്റ് അനാലിസിസ്. അപ്പൊ അത് മൂന്ന് എഴുതിക്കണം. കേട്ടോ, അപ്പൊ അത് പഠിപ്പിക്കാത്ത പോയിന്റ് ആണ്. ഓക്കെ, എഴുതിയോ? എഴുതിയോ? ദിവ്യസ്റ്റ് എഴുതിയോ? മൂന്ന് കാര്യങ്ങൾ എഴുതിയോ. ക്യൂ മെത്തഡോളജി, പാർട്ടിസിപ്പന്റ് സ്റ്റഡി, അങ്ങനെ പഠിച്ചാൽ മതി. ക്യൂ മെത്തഡോളജി അല്ലെങ്കിൽ ക്യൂ സോർട്ട് എന്നൊക്കെ പറഞ്ഞു പോയി. അത് ഒരു പാർട്ടിസിപ്പന്റ് സ്റ്റഡിയാണ്. മെറ്റാ അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി. ജസ്റ്റ് ഇപ്പൊ അങ്ങനെ എഴുതിയോ. ഡെൽഫി ടെക്നിക്ക് നമ്മളിപ്പോ പറഞ്ഞതാണ് ഡെൽഫി ടെക്നിക്ക്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് റിസർച്ച്. ഓ, എഴുതിയല്ലോ? എഴുതിയോ? എഴുതിയല്ലോ? ഐവെസ്റ്റ് എഴുതിയല്ലോ? ഓ ഓ ഓക്കെ. ചൈൽഡ് സ്ക്വയറോ? ചൈൽഡ് സ്ക്വയർ ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാം. കേട്ടോ, ഞാൻ ലാസ്റ്റ് തരാം. ഡൗട്ട് കഴിഞ്ഞ സമയം തരാം. ഓ, മ്യൂൺ ക്വസ്റ്റ്യൻ, ചൈൽഡ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാൻ പറയാം. കേട്ടോ, ഞാൻ അടുത്ത നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റിലോട്ട് നോക്കിയോളൂ. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഇത് ഞാൻ പഠിപ്പിച്ചതാ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിപ്പിച്ചതാണ്. എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഹൗ മെനി പെർസെന്റേജ് ഓഫ് ദ data, how many percentage of the data are fall within 2 standard deviation of the mean? 2 standard deviation of the mean. So ഞാൻ അത് പഠിപ്പിച്ചാണ്. 1 standard of deviation എത്ര വരും, 2 standard of deviation എത്ര വരും, 3 standard of deviation എത്ര വരും എന്നൊക്കെ പഠിപ്പിച്ചതാണ്. 10 സെക്കൻഡ് വരാം, നോക്കിക്കോളൂ. ആൻസർ പറഞ്ഞു. ആദ്യത്തെ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫ് പഠിപ്പിച്ചതാണ് അല്ലെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമ്മൾ പഠിപ്പിച്ചാണ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നാൽ 68, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ 95%, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ 99.7. കേട്ടോ, 99.7. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. കേട്ടോ, 95.4. കേട്ടോ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഡീവിയേഷൻ 68%, 2 സ്റ്റാൻഡേർഡ് ഓഫ് ഡീവിയേഷൻ എല്ലാം അതിനകത്തുണ്ട്, നിങ്ങളുടെ നോട്ട്സിലെല്ലാം ഉണ്ട്. 95%, 3 സ്റ്റാൻഡേർഡ് ഓഫ് ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ 99.7%. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സെൻസസ് കണ്ടക്ടഡ് once in every, എത്ര വർഷമാണ് സെൻസസ് കണ്ടക്ടഡ് once in every?
ഞാൻ നോക്കി പറയാൻ എങ്കിലും പറയാൻ രാജേഷ്. ഓക്കെ പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ആൻസർ ഈസ് 10 years. കേട്ടോ, 10 years is the correct answer. 10 years is the correct answer. Oh, very good. Next question lodu. Statistical procedure that is used to predict the value of a dependent variable, based on the value of one or more independent variable is called repeated measure ANOVA, regression analysis, general line model, Q-sort analysis. This tough question ആണ്. അറിയാവുന്നവര് ആൻസർ പറയുക. രാജേഷ് പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന predict the value that is used to predict the value of a dependent variable based on the value of one or more independent variable is known as regression analysis ആണ് കേട്ടോ. അതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ. ഇനി ഇത് തന്നെ കണ്ടിന്യൂസ് പ്രഡിക്ഷൻ ആയിട്ട് വരുവാണ്. കണ്ടിന്യൂസ് ആയിട്ട് വേരിയബിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്ത് വരും? ജനറൽ ലീനിയർ മോഡൽ എന്ന് പറയും. Q-sort അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിസിപ്പന്റ് സ്റ്റഡിയിൽ വരും. പിന്നെ റിപ്പീറ്റഡ് മെഷർ ഓഫ് ANOVA എന്ന് പറയുന്നത് 1 by ANOVA ആണ് കേട്ടോ. ഒരു വേരിയബിൾസിനെ അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എടുക്കുന്നതാണ് റിപ്പീറ്റഡ് മെഷർ ANOVA കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. ഇത് ടഫ് ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is ഇത് നല്ലോണം പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which of the following is a parametric test? പാരാമെട്രിക് ടെസ്റ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം പെയർഡ് ടി ടെസ്റ്റ്, chi-square ടെസ്റ്റ്, മാൻ വൈറ്റ്നി ടെസ്റ്റ്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് സം ടെസ്റ്റ്. അപ്പൊ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ പഠിപ്പിച്ചതാണ് അല്ലെ. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലായിട്ട് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്ന ഇതിൽ ഏതാണ്? പെയർഡ് ടി ടെസ്റ്റ് ആണോ, chi-square ടെസ്റ്റ് ആണോ, മാൻ വൈറ്റ്നി ടെസ്റ്റ് ആണോ? പെയർഡ് ഇതാണോ? നോട്ട്സിലുണ്ട്, നോട്ട്സിൽ നോക്കണം. chi-square ടെസ്റ്റ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വരുന്നത് ഓപ്ഷൻ വരുന്നത് chi-square ടെസ്റ്റ് ആണ് കേട്ടോ. chi-square ടെസ്റ്റ് ആണ്. അടുത്ത നെക്സ്റ്റ് നോക്കിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ ബയോമെഡിക്കൽ റിസർച്ച്, എന്താണ് ഇഷ്ടം? The following is a parametric test. പാരാമെട്രിക് നോൺ പാരാമെട്രിക് പഠിപ്പിച്ചല്ലേ? chi-square നോട്ട് സോറി ശരിയാണ്. പെയർഡ് ടി ടെസ്റ്റ് ആണ് കേട്ടോ. പെയർഡ് ടി ടെസ്റ്റ്, ഇസഡ് സ്കോർ ടെസ്റ്റ് എല്ലാം വരുന്ന പാരാമെട്രിക്. നോൺ പാരാമെട്രിക്കിൽ chi-square ടെസ്റ്റ്, മാൻ വൈറ്റ്നി ടെസ്റ്റ് ഇത് ആഡ് ചെയ്തിട്ടില്ല അതിനകത്ത്. അതൊന്നും ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. സോറി, വിൽകോക്സിൻ സൈൻഡ് റാങ്ക് സം ടെസ്റ്റ് കേട്ടോ. വിൽകോക്സിൻ ഓക്കെ. അതിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ആ റിവിഷനകത്ത് നോക്കിയാൽ മതി. പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിന് വേണ്ടി ഉള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a biomedical research, survival analysis is typically used to evaluate. Survival analysis is typically used to evaluate
ഇവിടെ സർവൈവൽ എന്നുള്ളതാണ് കീവേഡ് അല്ലെ, സർവൈവൽ. അപ്പൊ അതിലേതാണ് വരുന്നത്? ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് ആണോ, പോയിന്റ് പ്രിവിലൻസ് ആണോ, ലൈഫ് ടൈം പ്രിവിലൻസ് ആണോ, ലൈഫ് എക്സ്പെക്ടൻസി ആണോ? 10 സെക്കൻഡ് ടൈം തരാം. ഇതൊക്കെ പഠിപ്പിക്കാണ് അല്ലെ, ഇത് പഠിപ്പിച്ചല്ലേ ഈ കമ്മ്യൂണിറ്റി എടുക്കാം കേട്ടോ, കമ്മ്യൂണിറ്റിയിൽ എടുക്കാം. ലൈഫ് ഏതൊരു ആൻസർ? ബയോമെഡിക്കൽ റിസർച്ച് സർവൈവൽ അനാലിസിസ് typically used to evaluate ഓപ്ഷൻ ഡി ലൈഫ് എക്സ്പെക്ടൻസി അല്ലെ, ലൈഫ് എക്സ്പെക്ടൻസി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ സർവൈവൽ എന്ന് പറയുമ്പോൾ എത്ര നാള് സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ലൈഫ് എക്സ്പെക്ടൻസി ആണ്. ഇൻസിഡന്റ് ഓഫ് എ ഡിസീസ് എല്ലാവർക്കും അറിയാം അല്ലെ, ഇൻസിഡന്റ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഡിസീസ് ആണ് എടുക്കുന്ന ഇൻസിഡൻസ് ഓഫ് ഡിസീസ്. പോയിന്റ് പ്രിവിലൻസ് നമ്മൾ എടുക്കുന്ന എന്താണ്? പോയിന്റ് പ്രിവിലൻസിൽ നമ്മൾ ബേസ് ചെയ്തെടുക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ബേസ് ചെയ്തുള്ള അല്ലെ, പീരീഡ് ഓഫ് ടൈം ബേസ് ചെയ്തിട്ടുള്ള കേസുകളാണ് പോയിന്റ് ഓഫ് പ്രിവിലൻസിൽ എടുക്കുന്ന. ലൈഫ് ടൈം പ്രിവിലൻസ് എടുക്കുന്ന നമ്മൾ ഒരു ടൈമിൽ അസസ് ചെയ്യുമ്പോൾ അവർക്ക് പാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ലൈഫ് ടൈം പ്രിവിലൻസ് കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ലൈഫ് എക്സ്പെക്ടൻസി. അപ്പൊ അതൊക്കെ വരും കേട്ടോ, കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കും. ബയോമെഡിക്കൽ റിസർച്ച് സർവൈവൽ അനാലിസിസ്. അപ്പൊ ഇവിടെ സർവൈവൽ ആണ് കീവേഡ്. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്തിലെത്തും, ലൈഫ് എക്സ്പെക്ടൻസിയിൽ ആൻസർ വരും. ഓ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Measures of dispersion all except measures of dispersion all except range, mean or average deviation, standard deviation, correlation and regression. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിയാത്ത അറിയില്ലുണ്ടോ? ഓക്കെ, 10 സെക്കൻഡ് ടൈം തരാം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി അല്ലെ. റേഞ്ച്, മീന്, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ എന്ത് വരും? മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആയിട്ട് വരുന്നത് അല്ലെ, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ വരുന്ന അല്ലെ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Z score criteria is applicable to normal distribution, skewed deviation, chi-square test, paired t-test. Z score criteria നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യത. ഏതാണ്? 10 സെക്കൻഡ് തരാം, പറഞ്ഞോളൂ ആൻസർ. ആദ്യലിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. മോൺഷിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. Z score is applicable to normal distribution കേട്ടോ. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അത് റിസർച്ചിന്റെ ലാസ്റ്റ് കിടപ്പുണ്ട് നോട്ട്സിനകത്ത് കേട്ടോ. Applicable to normal distribution. Okay, next question. For testing the statistical significance of the difference in height of a school children among 3 socio-economic groups, the most appropriate statistical is. അപ്പോൾ ഇവിടെ നമ്മുടെ കീവേഡ് 3 socio-economic groups ആണ് അല്ലേ. അപ്പൊ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്റ്റുഡന്റ് ടെസ്റ്റ് മെത്തേഡ് ആണോ, chi-square ടെസ്റ്റ് ആണോ, പെയ്ഡ് ജി ടെസ്റ്റ് ആണോ, വൺ വേ ANOVA ആണോ? For testing the statistical significance, the difference in the height of school children among 3 socio-economic groups, the most appropriate statistical is
ടൈം തരാം. അജയ സിസ്റ്റർ വളരെ കറക്റ്റ് ആണ്. ആതിര തെറ്റി. വൺ വേ അനോവയാണ് കേട്ടോ. വൺ വേ അനോവയാണ് കേട്ടോ. അപ്പൊ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 വരെയൊക്കെ ഉണ്ടെങ്കിൽ എക്സൽ, അതുപോലെ തന്നെ ഈ സ്റ്റുഡന്റ് ടെസ്റ്റ്, എക്സൽ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ് പെയർഡിലൊക്കെ. അപ്പൊ 2, 3, 3 ഡയമെൻഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ 3 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന വൺ വേ അനോവയാണ് കേട്ടോ. വൺ വേ അനോവ ഈസ് ദ കറക്റ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ in a quantitative data studies. Frequency distribution in a quantitative data studies. Histogram, line diagram, pie diagram, sky diagram. ഏതാണ്? Frequency distribution in quantitative data study. ഏത് വരും? 10 സെക്കൻഡ് തരാം, നോക്കിക്കോളൂ. എല്ലാവർക്കും അറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിച്ചതാണ് അല്ലെ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിച്ചതാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്റോഗ്രാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ദുലക്ഷ്മി പറഞ്ഞു കറക്റ്റ്. ഓ, histogram is the correct answer. Very good. Histogram is the correct answer. Okay, very good. Next question. Best way to plot the change of incidence of a disease over time is histogram, line chart, scatter diagram, OGIS. 4 പഠിപ്പിച്ചാണ്. ഏത് വരും? ഏത് വരും പറഞ്ഞോ. ടൈം തരാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. ഇവിടെ ഇൻസിഡൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫ്രീക്വൻസി ഒന്നും പറഞ്ഞിട്ടില്ല. ദ ചേഞ്ച് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ് ഓവർ ടൈം എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പൊ ഒരു സമയത്ത് ഒരു ഡിസീസിന് ഒരു ചേഞ്ച് വരുത്തി, അടുത്ത ടൈമിൽ ഒരു ചേഞ്ച് വന്നു, അടുത്ത ഒരു ടൈമിൽ ചേഞ്ച് വന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിന്യൂസ് ആണ് അല്ലെ? നമുക്ക് ഇറ്റ് ഈസ് ബെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ബെറ്റർ എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം കേട്ടോ. സ്കാറ്റർ ഡയഗ്രാം. അപ്പൊ ഇതിന്റെ എല്ലാം ഗ്രാഫ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നോക്കിക്കോണം കേട്ടോ. ഓ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് റിസർച്ച് തീർന്നു കേട്ടോ. റിസർച്ച് ഒരു 10-100ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അത്യാവശ്യം വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നമ്മൾ തുടർച്ചയായിട്ട് ഇനി ക്രാഷ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ഇത് നോക്കുക, നമ്മൾ എഡ്യൂക്കേഷനിലോട്ട് പോവുകയാണ്. ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈന്റെ ബേസിൽ ഇരിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ബേസിൽ ഇരിക്കുന്ന കോഗ്നിറ്റീവ് ഡൊമൈന്റെ ബേസിൽ വന്നിരിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനാലിസിസ്, ആപ്ലിക്കേഷൻ, നോളജ്, ഇവാലുവേഷൻ. ഏതാണ്? 10 സെക്കൻഡ് തരാം. ലൈൻ ചാർട്ട് ഈസ് കറക്റ്റ് ആൻസർ. നോളജ് ആണോ? നോളജ് അല്ല, കോഗ്നിറ്റീവ് ഡൊമൈന്റെ ബേസിൽ വരുന്നത് ഇവാലുവേഷൻ ആണ് കേട്ടോ. കോഗ്നിറ്റീവ് ഡൊമൈന്റെ ബേസിൽ വരുന്നത് ഇവാലുവേഷൻ ആണ്. അപ്പൊ നമ്മൾ 3 ഡൊമൈൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ത്രീ ഡൊമൈനിൽ കോഗ്നിറ്റീവ്ലി ഇവാലുവേഷൻ, സിന്തസൈസ്, അനാലിസിസ്, ആപ്ലിക്കേഷൻ, കോംപ്രിഹെൻഷൻ, നോളജ്. അപ്പം അതില് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇവാലുവേഷൻ കേട്ടോ. ഇവാലുവേഷൻ. അടുത്ത നെക്സ്റ്റ് നോക്കാം. Classroom teaching is done with the help of course plan, curriculum plan, lesson plan, unit plan. ഏതാണ്?
ക്ലാസ് റൂമിൽ ടീച്ചർ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തോണ്ട് പോകുന്നത് അല്ലെ. ലിസൺ പ്ലാൻ. ഓക്കെ, വെരി ഗുഡ്. ലെസൺ പ്ലാൻ ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ലെസൺ പ്ലാൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All of the following are principle of teaching. All of the following are the principle of teaching. Except principle of teaching il varatha endana question. Principle of motivation, principle of activity, principle of organization, principle of connecting life. Edana varatha 10 second varam. പഠിപ്പിച്ചല്ല, പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് പല ടെസ്റ്റിലും പല ഇതിലാണ് കിടക്കുന്നത്. നമുക്ക് കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്ത് വരാം അല്ലെ. കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്ത് വരാം. പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ എന്തായാലും വരും അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ എന്തായാലും ഒരു ടീച്ചർ മോട്ടിവേറ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി അല്ലെ, ആക്ടിവിറ്റി ചെയ്യുന്ന അല്ലെ, ആക്ടിവിറ്റി ചെയ്തിട്ടാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓർഗനൈസേഷൻ വരത്തില്ല കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ അങ്ങനെ എടുത്തു പറയത്തില്ല. പക്ഷെ പ്രിൻസിപ്പിൾ ഓഫ് കണക്ടിങ് ലൈഫിലോട്ട് നമ്മളിപ്പം ബ്ലൂംസ് ടാക്സോണമി ആയാലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം, അത് ആപ്ലിക്കബിൾ ചെയ്ത് ഒബ്ജക്റ്റീവ് നേടിയത് അല്ലെ. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് കണക്ടിങ് ലൈഫ് ഈ മൂന്നെണ്ണമാണ് വരുന്ന ഇതിൽ. പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ വരുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് നോക്കാം. മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്. മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഏതാണ്? പഠിപ്പിച്ചതാ. 10 സെക്കൻഡ് തരാം, ആൻസർ പറഞ്ഞോളൂ. കറക്റ്റ് ആണ്. കറക്റ്റ് തന്നെ. മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് കേസ് സ്റ്റഡി ആണ് കേട്ടോ. കേസ് സ്റ്റഡി ആണ്. ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് എന്നാണ് ചോദിച്ചത് കേട്ടോ. പേഷ്യന്റ് ടീച്ചിങ് മെത്തേഡ് ആണ് ഡെമോൺസ്ട്രേഷൻ കേട്ടോ. മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഇസ് കേസ് സ്റ്റഡി കേട്ടോ. നോട്ട്സിലുണ്ട്, നോട്ട്സിൽ നോക്കിക്കോണം. മോസ്റ്റ് എഫക്റ്റീവ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ് ഇസ് കേസ് സ്റ്റഡി കേട്ടോ. കേസ് സ്റ്റഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, case study is the correct answer. Okay, next question. When a learner learn through his or her own active response to teaching is called. So the keyword own active, own active response to a teaching is called creative learning, individual learning, self-active learning, purposive learning. Either 10 സെക്കൻഡ് തരാം. അറിയാവുന്ന പറഞ്ഞോണം. ഈ ഏരിയ പഠിപ്പിച്ചല്ല, ലേണിംഗ് പഠിപ്പിച്ചല്ല. സെൽഫ് ആക്റ്റീവ് ആണോ? അല്ല. ഇവിടെ നമ്മളെ കീവേഡ് ഹിസ് ഓർ ഹെയർ ഓൺ ആക്റ്റീവ് ആണ്. അപ്പൊ സെൽഫ് ഐഡിയാസ് ആണ് അല്ലെ. അവിടെ സെൽഫ് ഐഡിയാസ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ സെൽഫ് ഐഡിയാസ് റെസ്പോൺസ് എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻസർ ഈസ് ക്രിയേറ്റീവ് ലേണിംഗ് കേട്ടോ. ക്രിയേറ്റീവ് ലേണിംഗ് ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. പ്രീവിയസ് കറക്റ്റ് തന്നെ. ക്രിയേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ഐഡിയക്ക് ഈക്വലന്റ് ആണ്. ആക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് ഐഡിയക്ക് ഈക്വലന്റ് ആണ് അല്ലെ. ഐഡിയ പരമായിട്ട് സ്വന്തം ഐഡിയ കൊണ്ടുവരുന്നത് ക്രിയേറ്റീവ് ലേണിംഗ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All of the following are the clinical teaching method. All of the following are the clinical teaching method except nursing care plan, lecture cum discussion, nursing case study, bedside clinic. Bedside clinic. 10 സെക്കൻഡ് തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോളൂ. അറിയാവുന്നവര് പറഞ്ഞോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ നേരെ ആൻസറിലെത്തി. ലെക്ചർ കം ഡിസ്കഷൻ അല്ലെ. ലെക്ചർ കം ഡിസ്കഷൻ. കുറച്ച് വരുന്ന ആൻസർ ബുക്കിൽ റിപ്ലൈ ചെയ്തോണം കേട്ടോ. ടൈപ്പ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുക്കിൽ ഇത് ചെയ്യണം കേട്ടോ. നമ്മൾ ആ ടൈം സെക്കൻഡ് 10 അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം കേട്ടോ. അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു.
ഇത് പഠിപ്പിച്ചില്ല, കമ്മ്യൂണിറ്റിയിൽ ഇനി വരത്തേ ഉള്ളൂ. പാനൽ ഡിസ്കഷൻ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ്? പാനൽ ഡിസ്കഷൻ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ്? 2 to 4, 4 to 6, 4 to 8, 10 to 12. നല്ല ക്വസ്റ്റ്യൻ ആണ്. 10 സെക്കൻഡ് തരാം, ആൻസർ പറഞ്ഞോളൂ. ആൻസർ ഇനി പറയാത്ത. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലെ, 4 to 8 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 4 to 8 ആണ് അവിടെ കറക്റ്റ് ആൻസർ. പാനൽ ഡിസ്കഷൻ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ്? 4 to 8. നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which method of teaching is alternative to the lecture method? Which method of teaching is alternative to the lecture method? Group discussion, symposium, panel discussion, demonstration. Alternative to lecture method. പഠിപ്പിച്ചില്ല, ഈ കമ്മ്യൂണിറ്റി വരത്തേ ഉള്ളൂ കേട്ടോ. സിംപോസിയം അതൊക്കെ ഇനി കമ്മ്യൂണിറ്റിയിൽ വരത്തേ ഉള്ളൂ കേട്ടോ. എഡ്യൂക്കേഷന്റെ പാർട്ടായിരുന്നു, പക്ഷെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത് കേട്ടോ. ഓപ്ഷൻ ബി സിംപോസിയം ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു. Skill to nursing student can be best taught by. Skills of nursing student can be best teach by group discussion, demonstration, project method, workshop. സിമ്പിൾ ആണ്, ഇത് പഠിപ്പിച്ചതാണ്. സിമ്പിൾ ആണ് പഠിപ്പിച്ചത്. സ്കിൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടീച്ചിങ് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചത്. 10 സെക്കൻഡ് തരാം. അറിയാവുന്നവര് പറഞ്ഞോളൂ. Very good. Demonstration. Option B is the correct answer. Very good, very good. Option B is the correct answer. Okay, very good. Next question ലോട്ട് നോക്കുന്നു. Okay,